ഓ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയായിട്ട് കണ്ടവന്റെ കൊച്ചിനെ ഉറക്കാനാണ് എന്റെ വിധി. പറഞ്ഞിട്ട് കാര്യമില്ല. 40-40 വയസ്സായി, ജാതകത്തിൽ ചൊവ്വാദോഷം. ഇപ്പോഴെങ്കിലും ഒരു കൊച്ചുള്ള പെണ്ണിനെങ്കിലും എനിക്ക് കിട്ടിയ നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മുരടിച്ച് പോയന. ഈ പറഞ്ഞ പെണ്ണ് ഇവിടെ പോയി. എങ്ങനെ തുടങ്ങണമെന്നൊരു എന്താ മിണ്ടാത്തത്? നാണവാ. ഇന്നെന്റെ കല്യാണമായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. അയ്യോ, ഇന്ന് നമ്മുടെ കല്യാണമായിരുന്നു. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? ഒരു കുഞ്ഞുള്ള എന്നെ കല്യാണം കഴിച്ചപ്പോ ചേട്ടന് വിഷമമുണ്ടോ? എന്തോന്ന് വിഷമം? ഞാൻ എന്റെ നാട്ടിലെ ക്ലബിലെ എല്ലാ മത്സരത്തിനും പങ്കെടുക്കാറുണ്ട്. അവരെനിക്ക് ട്രോഫി തരാറുമുണ്ട്. ഇത് മത്സരത്തിന് പങ്കെടുക്കുന്നുമ്പേ എനിക്കൊരു ട്രോഫി കിട്ടി, അത്രേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞു. കുഞ്ഞിന്റെ കാര്യമൊക്കെ നമുക്ക് വഴിയേ ശരിയാക്കാം. എന്റെ മോള് വേറെ എന്തെങ്കിലും പറ. കിടന്നു മുള്ളിയോ? അയ്യോ ചേട്ടനല്ല, കുഞ്ഞു കിടന്നു മുള്ളിയായിരുന്നോന്ന്. ഞാനാണ് കുറച്ചു മുമ്പ് ഡയപ്പറൊക്കെ മാറ്റിയതായിരുന്നേ. കുഴപ്പമില്ല, അവ എന്റെ കയ്യിൽ ഇരുന്ന് ഉറങ്ങി. അവനെ ഞാൻ അവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. പിന്നെ സംസാരിച്ചിരുന്ന സമയം പോവും. രേഷ്മേ, കൊച്ചിനെ സുത്തി ഇവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ അറിഞ്ഞു. മക്കളെ മക്കള് കരയല്ലേ? അമ്മ പോയി പാലെടുത്തിട്ട് വരാവേ. പാലെടുത്തിട്ട് നോക്കണേ, ഞാനിപ്പൊ പാലെടുത്തോണ്ട് വരാം. ഹലോ എടാ, ഹലോ, നിന്റെ അച്ഛൻ പോയല്ലേടാ? അച്ഛൻ പോയാ? പിന്നെ ആംബുലൻസ് വന്നല്ല പുല്ല എന്റെ എന്റെ മക്കൾ കരയല്ലേ? മക്കൾക്ക് എന്ത് വേണമെങ്കിലും ഈ പുതിയ അച്ഛൻ വാങ്ങിച്ചു തരും. മക്കൾക്ക് എന്ത് വേണം? എനിക്ക് മുറുക്ക് വേണം. ആ എണ്ണ പലഹാരം ഉണ്ടാക്കാൻ ഒന്നും അണ്ണാച്ചിയല്ല, നിന്റെ അമ്മച്ചെ കെട്ടിയ അച്ഛനാണ്. മക്കളെ കിടന്ന് കരയല്ലേ? മക്കള് അമ്മ കൊണ്ടുവരുന്ന പാലൊക്കെ കുടിച്ചിട്ട് അപ്പൂപ്പന്റെ അമ്മുമ്മേരെ അടുത്ത് പോയി കിടക്കണം. പാലും കുറച്ചിട്ട് അതെ. എപ്പോ ഉറങ്ങും? ഇപ്പൊ ഉണർന്ന സ്ഥിതിക്ക് രാത്രി എന്തായാലും ഉറങ്ങത്തില്ല. ഇവൻ സാധാരണ പകല് മാത്രമേ ഉറങ്ങാറുള്ളൂ. തലതിരിഞ്ഞ ചെറുക്കൈ. അതെ, ഇവനെ ഉറക്കാൻ വേറെ എന്തേലും ഒരു വഴിയുണ്ടോ? വേറെ എന്തോന്ന് വഴിയെന്ന് വെച്ചാൽ എന്റെ സഹോദരിയുടെ കുഞ്ഞ് കിടന്ന് കരയുമ്പോ ഞാൻ അവന് കഥയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവൻ എന്തെങ്കിലും കഥ പറഞ്ഞു കൊടുത്ത് അവൻ കിടന്ന് ഉറങ്ങൂ. ഒന്ന് പറഞ്ഞു നോക്ക്. മക്കളെ, പുതിയ അച്ഛൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ശരി പുത്തനച്ഛ. മക്കളെ, പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം എത്ര വയസ്സ് കാണുമായിരിക്കും? എടി, ഒരു കള്ളക്കഥ പറയുമ്പോ അതിന്റെ ഇടയിൽ വന്ന് കിടന്ന് എത്ര വയസ്സ്? കള്ളക്കഥയായിരുന്നു. അല്ലടി, ഞാൻ ജിത്തു ജോസഫിന് എഴുതി കൊടുത്ത കഥ. നായകൻ. നിനക്ക് എന്തൊക്കെ അറിയണം? കൊച്ചിനെങ്ങനെ ഉറക്കാൻ നോക്കുമ്പോ അതിന്റെ ഇടയിൽ മക്കളെ പണ്ട് ഒരിടത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയെ ഉറക്കാൻ കെടുത്തിയ അത് ഉറങ്ങേയില്ല. അതന്നെ ഉറങ്ങാത്ത കൃമിയടി. അതിന് കൃമിയടി. ശരിക്കും പറഞ്ഞാൽ കാലേവാരി നിലത്തടിക്കേണ്ട കേസാണ്. പിന്നെ ഒരു ശുഭമംഗളം നടന്ന വീടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. മക്കൾ അങ്ങനെ ആവരുത്. മക്കൾ ഒരു കാര്യം ചെയ്യും. മക്കൾ അച്ഛൻ പറയുന്ന കഥയും കേട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ഉറങ്ങാതെ കിടന്ന കൊച്ചിന്റെ അടുത്ത് ഭൂതം വന്ന്. എന്ന് വെച്ചാ ഭൂതം എന്ന് പറഞ്ഞാൽ ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണൊക്കെ തള്ളി പല്ലൊക്കെ തള്ളി ഒരു സാധനം, അതാണ് ഭൂതം. അതുകൊണ്ട് മക്കൾ ഉറങ്ങാതെ കിടന്നാൽ ഭൂതം വരും. ഭൂതം വരും. അമ്മ ഭൂതം വരുമോ? എനിക്ക് ഭൂതത്തിനെ കാണണം. ഈ പാതിരാത്രി നിങ്ങളോട് ആര് പറഞ്ഞു കൊച്ചിനോട് ഭൂതത്തിന്റെ കഥയൊക്കെ പറയാൻ? മക്കളെ ഇങ്ങ പറയട്ടെ. പാട്ട് പാടിയ കിടന്ന് ഉറങ്ങോടിയവൻ. പാടി നോക്ക്. മക്കള് വാ, മക്കൾ ഇഞ്ഞി വാ. അയ്യോ എന്റെ ബാബ ഇഞ്ഞി വാ, ഉറങ്ങിക്കോ. ഉണ്ണി വാവാവോ, ഭൂതം വാവാവോ. അങ്ങനെ എന്റെ മക്കളല്ലേ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. എന്റെ മക്കൾ എന്റെ ഉണ്ണിയല്ലേ. അപ്പൊ ഉണ്ണി ബാബാവോ എന്നല്ലേ അച്ഛന് പാടാൻ പറ്റൂ. ഭൂതം ബാബാവോ, ഉണ്ണി ബാബാവോ, പൊന്നുണ്ണി വാവാവോ. ഭൂതം വരുമ്പോ വിളിക്കാം. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. വരുമ്പോ വിളിക്കാടാ കേടാ. നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. പൂഞ്ചേല
കൊച്ചിനെ ഉറക്കാൻ കിടന്ന അച്ഛനാ. ചേട്ടാ ഭൂതം വന്നാ ഭൂതമല്ല, കൊച്ചുറങ്ങിയെന്ന്. പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടാസ്ക് എന്തെന്നറിയാമോ? എന്തോന്ന്? മടി കിടക്കുന്ന കൊച്ചിനെ തറയിലേക്ക് കിടത്താൻ ഒരു ടാസ്ക് ഇല്ലേ? പുറത്തുനിന്ന് നോക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ജോബ്, പക്ഷെ ഇതുപോലെ നശിച്ചൊരു ജോലി വേറെ ഇല്ല. 2 ആപ്പിൾ ഇങ്ങട്. ഓ ഒന്നിൽ നിൽക്കുമെന്ന് തോന്നല്ല. ഓ ഐസറിന്റെ കൂട്ടം കിടക്കും പോലെ കിടക്കുന്ന കിടപ്പ് വേണ്ട. ഇനി വാ. എന്തുവാ? എന്റെ പൊന്നീ. മക്കളെ, ഓ അടുത്തത് അതാരാ അത്? ഞാനാടാ വല്യച്ഛനാടാ. എന്താ വല്യച്ഛ? എടാ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനാടാ. അവിടെ നിന്ന് കറങ്ങാതെ ഇങ്ങോട്ട് വാ. കൊച്ചു കിടന്നുറങ്ങുന്നെന്ന്. ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് മോശമാണെന്ന് അറിയാം, വരേണ്ടി വന്നു. അറിയാം, എന്നിട്ടും അറിഞ്ഞു വെച്ചോണ്ടാണ് വന്നത്. എടി, ഇതാണ് ഈ കുടുംബത്തിലെ ഒരേ ഒരു വല്യച്ഛൻ. വഴിയെ പരിചയപ്പെടാം. ഇപ്പൊ തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കൊണ്ട് കാഴ്ചയൊക്കെ ഉണ്ടോ ഇപ്പം? ചെറിയൊരു മങ്ങലിപ്പുണ്ട് മോനെ, എന്നാലും കുഴപ്പമില്ല. വല്യച്ഛന് ഒരുപാട് കേസ് കെട്ടുകളൊക്കെ ഉണ്ട്. എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, പ്രതിക്കൂട്ട് കയ്യിലിരിക്കുന്നു. എടി പ്രതികൂടല്ലേടി, ഇത് വല്യച്ഛന്റെ വാക്കറാണ്. ഇതും പിടിച്ചോണ്ട് നടക്കുന്ന വല്യച്ഛൻ ബാലൻസ് ആയിട്ട് നടന്നു വന്നു. പിന്നെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കൂട്ടുകുടുംബമാണ്. 150 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. പക്ഷെ അവസാനത്തെ വാക്കെന്ന് പറഞ്ഞാൽ വല്യച്ഛന്റെ വാക്കാ. അതേത് വാക്ക്? എനിക്കൊന്നിനും വയ്യേ എന്നുള്ള ഈ ഒരു വാക്ക്. മക്കളെ, എടാ, നിന്റെ സദ്യയൊക്കെ ഞാൻ കഴിച്ചു. എന്റെ പൊന്നെ, എന്റെ വയറിന് ഭയങ്കര അസ്വസ്ഥത പൊന്നു മോനെ. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ബാത്റൂം പുറത്തല്ലേ, അവിടെ പൊക്കൂടെ? എന്റെ മോനെ, അത് ഇന്ത്യൻ ക്ലോസറ്റ് അല്ലേ മോനെ. എന്റെ മുട്ടിന് വേദന, എനിക്ക് അവിടെ ഇരിക്കാൻ ഒക്കത്തില്ല. ഇവിടെ ആകുമ്പോ യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ടല്ലോ. കല്യാണം പ്രമാണിച്ച് ഞാൻ ഇന്നലെ വെച്ച യൂറോപ്യൻ ക്ലോസറ്റാ. അതിന്റെ സിമന്റ് പോലും ഉണങ്ങിയിട്ടില്ല. അതിനു മുമ്പേ ഉദ്ഘാടനം ചെയ്യാൻ അങ്ങോട്ട് പോണോ? എന്റെ മോനെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അച്ഛന് എന്തിനാ വല്യച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? പാവം പൊയ്ക്കോട്ടെ, വയ്യാത്തോണ്ടല്ലേ. പാവോ, കുഴിനകത്തിന് പോയാൽ പോലും ഒരു ECG എടുത്തിട്ട് അങ്ങനെ തിരിച്ചു വരൂ. അത് ചിലപ്പോ ചെസ്റ്റ് പെയിൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടാ. അയ്യോ, കാണാൻ കൊള്ളാന്നുള്ള സുന്ദരിമാരെ നഴ്സുമാരെ കാണുമ്പോ ഇങ്ങനെ ഒരു നെഞ്ചുവേദന വരും. എന്തിനാണെന്നറിയാമോ? ഷട്ടൊക്കെ ഊരിയിട്ട് ബോഡിയൊക്കെ കാണിച്ച് കുറച്ച് നേരം ഇങ്ങനെ കിടക്കാം. അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. മക്കളെ, ആശ്വാസമായി മോനെ. അയ്യോ, എന്റെ ക്ലോസറ്റ് എന്തോ ഇളക്കിയെടുത്തോണ്ട് വന്നോണ്ടിരിക്കുന്നത്. ഇതെന്റെ വാക്കറ്. വാക്കറല്ല, നിക്കറ്. കണ്ണും പുല്ലും കണ്ടുണ്ടെങ്കിൽ അടങ്ങി വന്ന് വീട്ടിനകത്തിരിക്കണം. അല്ല ക്ലോസറ്റ് എടുത്തോണ്ടല്ല വരേണ്ടത്. പോകാൻ പറ്റില്ല, ഇറങ്ങി പോകാൻ. ഒരു കാര്യത്തിൽ സമ്മതിക്കത്തില്ല. അടുത്തത് ഇല്ല ഇല്ല ഒന്ന് തീരുമ്പോ അയ്യോ, ഇല്ല ഇല്ല പോയി കരയില്ലേ, കരയില്ലേ, കരയില്ലേ. അയ്യോ, നാട്ടിലുള്ള പട്ടി എല്ലാം വിളിച്ചോളത്തി. എടി, ഒരു സൈഡിൽ പട്ടി, വേറെ സൈഡിൽ കുട്ടി. എടി ഒന്ന് മിണ്ടാതിരിക്കാൻ പറയടി. ഞാൻ പറഞ്ഞായിരുന്നു പട്ടികളെ നിർത്തത്തു. പട്ടിയുടെ അടുത്തല്ല, നിന്റെ കുട്ടിയുടെ അടുത്ത്. മോനെ കരയാതെ മക്കൾ ഇവിടെ കയറി കിടക്കും. മക്കൾ കരയല്ലേ. അയ്യോ, ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. ദാ മക്കളെ, ഓ മോനെ, വേണ്ട ഒരാൾ നിന്നെ കാണാൻ വന്ന് നിൽക്കുന്നു. അടുത്ത ആര്? ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ പറയുന്നത്. കല്യാണത്തിന് ഒരുത്തരം ഞാൻ കണ്ടില്ല. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോ എല്ലാം തള്ളിക്കൊണ്ട് ഇങ്ങോട്ടാണ് പറഞ്ഞത്. ആര് മാമാ അത്? ദാ അങ്ങോട്ട് വരുന്നുണ്ട്. തിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. എന്റെ പഴയ ഭർത്താവ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഞാൻ കുഞ്ഞു കുഞ്ഞ്. അത് നിന്റെ അച്ഛനും അമ്മച്ചിക്കും, നീ എനിക്ക് മുതുക്ക്. ഈ കുഞ്ഞിനെ കണ്ട, ഈ കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞു കുഞ്ഞാണ് ഞാനെന്ന്. ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടെ സഹിക്കാൻ വയ്യ. അപ്പോഴാണ് 2 കുഞ്ഞുള്ള വേറൊരു കുഞ്ഞു കുഞ്ഞ്. എന്തായാലും ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ട് പോകാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കുഞ്ഞിനെ കൊണ്ട് പോകുന്ന പോകാൻ വന്നേ. എടുത്തോണ്ട് പോ. എടി കൊടുത്തു. നിങ്ങൾ എന്തേ പറയുന്നത്? അങ്ങനെ കുഞ്ഞിനെ തരാനൊന്നും പറ്റത്തില്ല. കുഞ്ഞ് എന്റെ കൂടെ ഒന്ന് എടി, വിത്തിൻ 1 ഇയർ 10 മാസം അടിപൊളി ഒരു കുഞ്ഞിനെ ഞാൻ തരും. എനിക്ക് നിനക്ക് വിശ്വസിക്കാം. കൊടുത്തു വിടറി. അങ്ങനെ കൊടുത്തോളാനൊന്നും പറ്റത്തില്ല. ഡെലിവറി ബോയ്, എന്തായാലും ഞാനൊരു കാര്യം പറയാണ്. ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. പിന്നെ അതൊന്ന് കാണണമല്ലോ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത്. എന്താന്ന്? പിന്നെ എനിക്കൊന്ന് കാണണം. എന്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പാപ്പവും ബിസ്ക്കറ്റും കളിപ്പാട്ടവും എല്ലാം കൊടുത്ത് വളർത്തിയ കുഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ അടുത്തോട്ട് ഓടി വരും. അതുകൊണ്ടായിരിക്കും അമ്മച്ചിയുടെ അടുത്ത് ചോദിക്കാൻ നിൽക്കുന്നത്. ഞാൻ കാണാ അവൻ പറഞ്ഞ എന്റെ അടുത്തോട്ട്. കാണാ മക്കളെ, പപ്പട്ട് പൊന്നാച്ചി, പപ്പച്ച് പൊന്നാച്ചി, പപ്പാട്ട് കിഞ്ചാച്ചി, പപ്പട്ട് ചുഞ്ചാച്ചി, പപ്പട്ട് ചുഞ്ചാച്ചി. കണ്ടാ ചെറുക്കൻ എന്റെ അടുത്തോട്ട് വന്നത് കണ്ടാ? മക്കളെ, അമ്മയുടെ പൊന്നാച്ചി, അമ്മയുടെ മുത്താച്ചി, അമ്മയുടെ തക്കുടുവാച്ചി, നീ അമ്മയുടെ കുക്കുടുവാച്ചി. എന്നിട്ട് പോയില്ലടാ നീ. അച്ചേടെ പൊന്നാണ്, അച്ചേടെ മുത്താടേ,
ചിങ്കിരി പെണ്ണാണ് ചിക്ലാച്ചി പെണ്ണാണ് അച്ഛന്റെ പൊന്നാണ് ആണ്. അച്ഛന്റെ പൊന്നാണ് അച്ഛന്റെ കുഞ്ഞാണ്. വല്യപ്പച്ച പൊന്നാണ് താങ്ക് യു കോറസ്. നോ ലോറൻസ്. വല്യപ്പച്ച പൊന്നാണ് വല്യപ്പച്ച മുത്താണ് വല്യപ്പച്ച പഞ്ചാണ്. എന്തോ കാണിക്കുവാ ഇവിടെ കിടന്ന് കണ്ണ് കണ്ടുകൂടാതെ. ഇത് അന്താശ്ശേരി കളിക്കുമല്ലോ. അന്താച്ചേരി തേങ്ങൊന്നുമില്ല, ഇറങ്ങി പോവാൻ അവിടെ. എന്നാ ശരി എന്റെ വാ. അത് വാക്കറല്ല കൊച്ച്. അപ്പോ എന്റെ മോനെ കൊണ്ടുപോകുന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോയിരിക്കും. കൊണ്ടുപോകാൻ പറ്റൂല. എനിക്ക് ജീവനുണ്ടെ കൊണ്ടുപോകണം. ആഹാ. എന്നാ നിന്നെ ഒതുക്കാൻ പറ്റുമെന്ന് ആ, ഞാൻ ഒന്ന് നോക്കട്ടെ. ആ. ഹലോ 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 ബിനു അണ്ണ. ആ അണ്ണ എവിടെ അണ്ണ? അത് ആരടാ നീ? അണ്ണാ ഞാൻ ലോറൻസ്. അണ്ണ ഒരിക്കൽ ഓടയിൽ അടിച്ച് സെറ്റായി കിടന്ന് മറ്റേ ബ്ലഡ് ഒക്കെ പോയപ്പോ ബ്ലഡ് എന്ന് രക്ഷിച്ച ഞാനാണ് ലോറൻസ്. പറയടാ നീ. അന്ന് അണ്ണൻ പറഞ്ഞ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വിളിക്കണം, അന്ന് ഞാൻ ഓടി വരുമെന്ന്. ആ പറ. അണ്ണാ ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞ് ആ. ഫസ്റ്റ് നൈറ്റ് ആണ്. ഒരു ഹെൽപ്പ് വേണം. ഛേ തോന്നടാ ഇതൊക്കെ. അണ്ണാ ഞാൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ അയക്കാം. ഒരു കുഞ്ഞു പ്രശ്നമുണ്ട്, അണ്ണ ഒന്ന് ഇങ്ങോട്ട് പാ. ആ വരാ. ഓ നീ വെച്ചേ. ലൊക്കേഷൻ അയച്ചു കൊടുത്തോടാ. ബീനു അണ്ണ വന്നാ നീ തീർന്നടാ. എടാ നട്ടല്ലില്ലാത്തവനെ, എടാ ഒറ്റക്ക് നേരിടറാ. എന്തിനാണ് ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്? നിനക്ക് നട്ടല്ലില്ല. നാളെ 10:30 മണിക്ക് നീ ഫ്രീ ആണോ? 8:53 ഞാൻ ഫ്രീ ആണ്. ഞാൻ പറയുന്ന സ്ഥലത്ത് ആ. നീ വരണം. എവിടെ വരണം? മെഡിക്കൽ കോളേജ്. അവിടെ എന്താ? എക്സ്റേ എടുത്ത് കാണിച്ചുതരാം നട്ടല്ല. പിന്നെ വേറൊരു കാര്യം, എന്നിട്ട് നീ വിശ്വസിച്ചില്ലെങ്കിൽ എന്റെ ആറ്റൽ അമ്മച്ചിയാണ് അയ്യപ്പ സ്വാമി സത്യമായിട്ടും നിന്റെ അടുത്ത് ദൈവകോപം ഉണ്ടാവും. ഞാൻ മണ്ണ് വാരിയിട്ട് പ്രിയാവും. എവിടെ നിന്ന് കിട്ടി ഈ ഭക്തകുചേലനെ? കറക്റ്റായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. മോളെ നീ വന്ന് എനിക്ക് നിന്നോട് കുറച്ച് സാരി സംസാരിക്കാനുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ആയതേ ഉള്ളു. നീ കൊച്ചിനെ വിളിച്ചോണ്ട് എന്റെ കൂടെ പോര്, നമുക്ക് വീട്ടിലോട്ട് പോവാം. പഴയ അച്ഛൻ പുതിയ റൂട്ട് വലിക്കണം. നിങ്ങളിവിടെ കേടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇടപെടല്ലേ പ്ലീസ്. സോറി. പോവില്ല. ആ എന്റെ ബിനോണം വന്നടാ. ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അണ്ണാ വാ അണ്ണാ ബിനോണ വാ. എന്താണ് വിഷയം? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടാ. ഒരു കാര്യത്തിന് അത്യാവശ്യം ഒന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ സമയത്ത് വരണം. ഒരു ആവശ്യം ഒന്നും പറഞ്ഞില്ലേ നിങ്ങൾ വിളിച്ച. നിങ്ങൾ എന്താണ് സമയത്ത് വരാത്തത്? എടാ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നെന്ന്. ബ്ലോക്ക് ചുമ്മാ നുണ പറയരുത്. ഈ പരിസരത്ത് എവിടെയാണോ ബ്ലോക്ക്? എടാ ഞാൻ പറഞ്ഞുതരാം. ആ. PK രാംദാസ് എന്ന വൻമരം വീണു. പിന്നെ അത് മുറിച്ചു മാറ്റില്ലടാ നമുക്ക് വഴിയുള്ളു. അങ്ങനെയല്ലെങ്കിൽ വരേണ്ടിയുള്ളത്. എനിക്ക് തോന്നി ആ. എന്തോ കാരണമുണ്ട്, അല്ലെങ്കിൽ അണ്ണൻ താമസിക്കൂല. ഇല്ല അല്ല ഞാൻ എന്തായാലും കറക്റ്റ് നേരത്തെ വന്നതുകൊണ്ട് ഞാൻ ആ ബ്ലോക്കിൽ പെട്ടില്ല, രക്ഷപ്പെട്ടു. correct ആണ്. പിന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടോ? പറ. ഇന്ന് എന്റെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയാണ്. താണ്ട യവൻ കയറി വന്നിട്ട് പറയണ് അവന് കുഞ്ഞിനെ വേണോന്ന്. ഡേയ്, നീ എവിടെ ഉള്ളടാ? ആദ്യ രാത്രി അവന്റെ മുഖത്ത് കുഞ്ഞോണെന്ന് പറഞ്ഞാ എടാ അവൻ മനുഷ്യനാണ്, മാജിക് കാരനൊന്നുമല്ല. താനിത് എവിടുന്ന് വരുവാടോ? എടാ താ നിൽക്കുന്നത് കണ്ട, അതാണ് എന്റെ കുഞ്ഞ്. തന്നെടാ. ഓ പക്ഷെ അതിപ്പോ എന്റെ കുഞ്ഞാ. എടാ അവൻ പറയുന്ന അവന്റെ കുഞ്ഞാണ്, നീ പറയുന്നത് നിന്റെ കുഞ്ഞാണെന്ന്. ഇത് ആരുടെ കുഞ്ഞാണ്ടായത്? സത്യത്തിൽ അത് എന്റെ കുഞ്ഞാ. ഞാൻ പോണു. എവിടെ പോണു? ഇല്ലെങ്കിൽ നീയൊക്കെ പറയും ഇത് എന്റെ കുഞ്ഞാണെന്ന്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. പറ. അതായത് ഈ കുഞ്ഞിനെ കണ്ട, കണ്ടു. ഈ കുഞ്ഞിന്റെ അച്ഛനാണ് ഞാൻ. അതെ. എന്റെ മോനാണ് ഈ കുഞ്ഞ്. ഇവന്റെ അമ്മയാണ് അവള്. ഓക്കെ. അവളുടെ ഭർത്താവാണ് ഇത്. എടുത്തോൻ പോയി. ഇതെന്താടാ ഇത്? അണ്ണാ ഞാൻ പറഞ്ഞുതരാം. ഇതെന്റെ ഭാര്യ, ഇത് അവളെ കുഞ്ഞ്, ഇത് അവളെ നിനക്കെത്ര പ്രാന്താടാ? യോ എല്ലാം വായിച്ചു കള. ഞാൻ കറക്റ്റായിട്ട് പറയാം. അതായത് ഞാൻ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു. ഞാൻ നേരെ ഒരു കല്യാണം കഴിച്ചു. അപ്പോഴത്തേക്കും ഇവളും ഞാനും ഒന്നായി. മനസ്സിലായോ? ഒന്നായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദാണ്ടെ ഒരു കുഞ്ഞുണ്ടായി. ഈ സമയത്ത് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചകട. ഈ സമയത്ത് അവള് എന്നെ വിട്ടിട്ട് അങ്ങ് പോയി. പുറകെ അവനും പോയി. ഞാനും എങ്ങോട്ടോ പോയി. ഞാൻ കയറി ഇവിടെ അങ്ങോട്ടി. അതാണ് സംഭവം. ഇത്ര ഉള്ളു സംഭവം. കറക്റ്റ് കാര്യം നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെ. ഇത് രണ്ടും നീ ഇങ്ങനെ പോയി. ഓക്കെ. എടാ ഞാനേ ചോദിക്കട്ടെ, അപ്പൊ നിന്റെ ആദ്യ ഭാര്യ എവിടെയാ? ആദ്യ ഭാര്യയുടെ തേങ്ങ. ഇവര് എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? പിന്നെ നീയാണ് വിളിച്ചു വരുത്തിയത്. നീ എന്താണ് പറയുന്നില്ലടാ? ഞാൻ തറയില്ല. നിനക്ക് ഇത്രയും നാൾ ഈ പെണ്ണിനെയും കൊച്ചിനെയും വേണ്ടത് ഇപ്പൊ എന്തിനാ വന്നത്? എന്തിനാ വന്നടാ? ഞാൻ വന്ന് ഞാൻ വരും. നീ എന്ത് സത്യം പറയടാ? എത്ര? സത്യം പറയടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ അച്ഛനെ തല്ലോ. അയ്യോ! വിളിച്ചു വരുത്തിട്ട് കൊച്ചിനെ കൊണ്ട് തല്ലിക്കുന്നടാ. അമ്മേ എന്റെ ഭർത്താവിനെ എന്റെ ആദ്യ ഭാര്യനെ തല്ലാൻ നോക്കുന്ന വൃത്തികെട്ടൻ.
സോറി, ഞാനല്ലേ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ അവനെ കൊണ്ടുപോകുന്നില്ല. പോരെ. പക്ഷെ വേറൊരു കാര്യം, 2 ദിവസത്തേക്ക് ഇവർ രണ്ടുപേരും എന്റെ വീട്ടിലോട്ടൊന്ന് വിടണം. ഇത്രയും നാളെ നിനക്ക് കൊച്ചിനെ മാത്രം മതിയായിരുന്നു, ഇപ്പൊ നിനക്ക് ഭാര്യ വേണോടാ? അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ലോൺ കൊടുക്കുന്ന പുതിയൊരു ഓഫീസ് തുടങ്ങി. അപ്പൊ അവിടുന്ന് എനിക്ക് 5 ലക്ഷം രൂപയുടെ ലോൺ പാസ്സായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് അവര് പറഞ്ഞു കുടുംബം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. ഇപ്പൊ എനിക്ക് കുടുംബം ഇല്ലല്ലോ, അതുകൊണ്ട് 2 ദിവസം അവരോട് ഒന്ന് നേരെ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപയുടെ ലോൺ അങ്ങ് പാസ്സാവും. ലോൺ അങ്ങ് പാസ്സാവും. അതെ. എടാ, ഭാര്യമാരെ ലോൺ എടുക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാക്കുന്നത് നിനക്കിരിക്കട്ടെ ഇത്. അടിക്കടാ അവനെ. അടിക്കണ്ട, അടിക്കണ്ട. ഞാൻ പൊക്കോളാം. കാണാം. എന്റെ കൊച്ചിനെ അവളെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. ഒരു കാര്യത്തിൽ താങ്ക്സ്. എന്റെ അണ്ണ ഉള്ളതുകൊണ്ടാണ് അവനിട്ട് എനിക്ക് 2 എണ്ണം കൊടുക്കാൻ പറ്റിയത്. അതാണ് മുല്ലപ്പൂവും കൂടി ഏറ്റ് കിടക്കി കല്ലിനുണ്ടാ സൗരഭ്യം. കുറച്ചുമ്പോ മുല്ലപ്പൂമ്പടി ഇവിടെ കിടക്കണം ഞാൻ കണ്ടു. അത് വിട്. പിന്നെ ഒരുപാട് താങ്ക്സ്. അണ്ണ പൊയ്ക്കോ. അവർ രണ്ടുപേരും ശാന്തി സമാധാനോട് ജീവിക്കും. ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ മോനെ, എന്റെ പൊന്നു. വലിയൊരു പ്രശ്നം എന്തോ വന്ന് അത് ചെറുതായിട്ട് അങ്ങ് പോയി. ഇനി അതിനെ പറ്റി ആലോചിക്കണ്ട. ഇവനെ എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കാം. എടാ, എനിക്ക് പോവാൻ പറ്റില്ലടാ. അത് നേരത്തെ ഇവിടുന്ന് പോയില്ലേ, അവന്റെ വണ്ടിയുടെ 2 ടയറും കുത്തിക്കിട്ടാണ് പോയാ. ഇനി എനിക്ക് വണ്ടിയില്ല, നേരം വെളുത്തല്ലേ വണ്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം തിരികെ അപ്പൊ ഞാൻ ഇവിടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. എടാ, നിന്നെ സഹായിക്കാൻ വന്നില്ലടാ, ഞാൻ തന്നെ പുറത്ത് പോയി കിടന്ന് കൊതികളി കൊള്ളുന്നത്. ഒരുത്തനെ ഒഴിവാക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാണ്. ഇനി എവനെ ഒഴിവാക്കാൻ ഞാൻ എന്തോ ചെയ്യും? അച്ഛാ, എന്ത് ഉറങ്ങാണ്ടിരുന്ന ഭൂതം വരൂന്ന് പറഞ്ഞിട്ട് ഭൂതം വന്നാ? ഭൂതം വന്ന് എവിടെ? അച്ഛൻ വിളിച്ചു വരുത്തിയ ഭൂതമാണ് മക്കളെ ഈ നിൽക്കുന്നത്.